അച്ഛൻ്റെ അമ്മ, നരൻ, CP, കല്യാണരാമൻ തുടങ്ങിയ നിരവധി സിനിമകളിലൂടെ നമ്മുടെ മനസ്സിലെ നിറയെ സാന്നിധ്യമാണ് ശ്രീ പെരുമോൾ വിജയൻ സർ. സാറിനെ മുഖ്യ സന്ദേശത്തിനായി ക്ഷണിക്കുന്നു. ബസേലിയസ് മർത്തമ മെട്രോപൊളിറ്റൻ അവர்களுக்கும் പിന്നെ അച്ഛൻ എന്നെ ക്ഷണിക്കാൻ വന്നിട്ടുള്ള ശരിയാന അച്ഛൻ, ഷാജി, ഹെഡ് മിസ്റ്റർസ്, കലാതിലകം, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, സദസ്സിലിരിക്കുന്നവർക്കും എല്ലാവർക്കും എൻ്റെ ഞാനൊരു പ്രാസംഗികനൊന്നുമല്ല. കാരണം ഞങ്ങളുടെ പ്രൊഫഷൻ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ആരെങ്കിലും കഥയോ സംഭാഷണം എഴുതി തരും, അതങ്ങ് ഏറ്റു പറയാം, അത്രേ ആവശ്യമുള്ളൂ. സ്വന്തമായിട്ട് പറഞ്ഞു വലിയ ശീലമൊന്നുമില്ല, മനസ്സിലായില്ലേ. പക്ഷേ ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് എന്ന് പറഞ്ഞത് കുട്ടികളുടെ പറഞ്ഞ് വളരെ സന്തോഷം തോന്നി. കാരണം ഇത് ക്ഷണിക്കാൻ വന്നാണ് ആദ്യം പരിചയപ്പെടുത്തി നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. പക്ഷെ പഴഞ്ഞക്കാരനാണെന്നും പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ അയാൾ താമസം കൊണ്ട് മാറ്റിയുണ്ട്. കാരണം അത്ര പരിചയമുള്ളൊരു കക്ഷിയാണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ ഏതും നമുക്ക് തുടങ്ങാം, വേണമെച്ചാൽ നൃത്തം ചെയ്യാം. അപ്പോൾ നാളെ ഒരു കച്ചവടം തുടങ്ങി, അല്ലെങ്കിൽ ഒരു ജിംനാഷ്യം തുടങ്ങി, അല്ലെങ്കിൽ എന്ത് വെച്ചാൽ തുടങ്ങാം. നാളെ 10 ദിവസം കഴിഞ്ഞ് താല്പര്യമില്ല നിർത്താം. പക്ഷെ വിദ്യാഭ്യാസ സ്ഥാപനം അങ്ങനെയല്ല. അത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരുപാട് കാലം ഓരോ ജനറേഷനായിട്ട് അത് കൊണ്ടു നടക്കണം. അത് കൊണ്ടു നടക്കണതിൽ ഉള്ളൊരു തപസ് തന്നെയാണ് വേണ്ടത്. അത് ലോകം മുഴുവൻ ഈ മിഷണറീസ് പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവരത് തപസ്സായി ഏറ്റെടുത്തിട്ടുണ്ട്. ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, അവരവരുടെ മാക്സിമം ഊർജം കൊടുത്ത് കുട്ടികളെ ആ സ്ഥാപനത്തിൻ്റെ, ഇപ്പോൾ കോതമംഗലം സ്കൂൾ എന്ന് പറഞ്ഞാൽ ആ സ്കൂളിൽ സ്പോർട്സിന് കേരളത്തിൽ നമ്പർ 1 ആ അച്ഛന്മാർ അവരുടെ ഒരു തപസ് തന്നെയാണത്. അതേമാതിരി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇപ്പോൾ ലോക ഭാഷകളിൽ ഒരു 4-5 ഭാഷകൾ മാത്രമാണ് ഇൻഡിപെൻഡൻ്റ് ലാംഗ്വേജ് ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഓരോരോ രാഷ്ട്രത്തിൽ വരുമ്പോഴും അതൊന്ന് ചേർന്നെടുത്ത് ഒരുപാട് പദങ്ങൾ കടമെടുത്തിട്ടുള്ളൊരു ഭാഷയാണ് ഇംഗ്ലീഷ്. ലത്തീനെന്നും സംസ്കൃതത്തിൽ ജർമ്മനെന്നും ഗ്രീക്കെന്നും ഒക്കെ വന്നിട്ട് എല്ലാം ചേർന്നിട്ടുള്ളൊരു ഭാഷയാണ് ഇംഗ്ലീഷ്. പക്ഷേ ഇന്ന് ലോകത്തിൽ ഏത് വിദ്യാഭ്യാസം നമ്മൾ സ്വായത്തമാക്കണമെങ്കിലും എന്തിനും നമുക്ക് ആവശ്യമുള്ളത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് മീഡിയം തന്നെ വേണം. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞിട്ട് നടത്തുന്നുണ്ട്. അതിൽ അധ്യാപകന്മാർക്ക് വലിയ ശമ്പളം കൊടുക്കില്ല. ഒരു 6 മാസം കഴിഞ്ഞ് ആ ടീച്ചറിൽ വെച്ച് ആ ടീച്ചർ വേറെ സ്കൂളിൽ പോയി. അപ്പോൾ ഈ കുട്ടികളെ നമ്മൾ ശരിക്കും മോണിറ്റർ ചെയ്യേണ്ട ഒരു ചുമതല അത് ഇങ്ങനെയുള്ള മിഷണറീസ് നടത്തണ ഇതിൽ അച്ഛന്മാരും ടീച്ചേഴ്സും രക്ഷിതാക്കളും കൂടിയിട്ട് നല്ലൊരു റാപ്പോർട്ട് ഉണ്ടായിരിക്കും. അതിലാണ് ഈ സ്കൂളുകളൊക്കെ സക്സസ് ആവാനുള്ള കാരണം എൻ്റെ ഒരു ഫൈൻഡിങ്സ്. കാരണം വിദ്യ എന്ന് പറഞ്ഞപ്പോൾ ധനം മാതിരിയല്ലല്ലോ. കുറേ ആൾക്കാർ പണം കൊടുത്തു അയാളൊക്കെ കുറേ നശിപ്പിക്കും. ചില ആൾക്കാർ സൂക്ഷിക്കുന്ന സ്വഭാവമുള്ളവർ സൂക്ഷിക്കും, ചിലരത് ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ ചിലപ്പോൾ അത് ഈ കയ്യിലുണ്ടായെന്ന് വരില്ല, അത് അങ്ങനെ പോകും. പക്ഷെ വിദ്യ അങ്ങനെയല്ല. നമ്മൾ എന്ത് പഠിക്കണോ അത് നമ്മുടെ അടുത്തുണ്ടാവും. അത് പഠിക്കുമ്പോൾ ഇല്ല, അതവിടെ തന്നെ ഉണ്ടാവും. അതും ഈ കുട്ടികളിലുള്ള വിദ്യാഭ്യാസം എന്താണ് ഈ മാതൃഭാഷ പറഞ്ഞാൽ നമ്മൾ സംസാരിക്കാൻ തുടങ്ങണതാണ് ആദ്യത്തെ ഭാഷയാണ് മാതൃഭാഷ. അപ്പോൾ ഈ കിൻഡർഗാർഡൻ മുതൽക്ക് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇംഗ്ലീഷും കൂടെ പഠിച്ചു വരുമ്പോൾ ആ മാതൃഭാഷയുടെ ഒരേ ലെവലിലേക്ക് എത്താൻ സാധിക്കും. അത് പഠിപ്പിക്കുന്ന മാഷന്മാരുടെ കഴിവും കൂടിയുണ്ട്. വീട്ടിലുള്ളവരും അത് നോക്കണം. കാരണം കുട്ടികളെ കൂടുതൽ സമയം അധ്യാപകന്മാരുടെ കൂടെയാണ് ചിലവഴിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, കാലത്ത് 7 മണി 8 മണിക്ക് യൂണിഫോം ഇട്ട് വന്നാൽ 5 മണി വരയ്ക്കും ആണ് ആഴ്ചയിൽ ഇത്ര ദിവസം. അപ്പോൾ കാലത്ത് എഴുന്നേറ്റാൽ രക്ഷിതാക്കളൊക്കെ ഈ കുട്ടികളായിട്ട് പെരുമാറാൻ അധികം സമയമൊന്നും ഉണ്ടാവില്ല. വൈകുന്നേരം വന്നാൽ അവരുടെ ഹോംവർക്ക്, അച്ഛൻ വല്ല ജോലിയോ ബിസിനസ്സോ കഴിഞ്ഞ് വന്നു, ശനി ഞായറുള്ള. അപ്പോൾ കൂടുതൽ നേരം ഈ കുട്ടികളെ ശുശ്രൂഷിക്കുന്നതും പഠിപ്പിക്കുന്നതും അവരുടെ അഭിരുചി മനസ്സിലാക്കുന്നതും എല്ലാം ടീച്ചർമാരാണ്. അപ്പോൾ ഈ രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് വിട്ടുകൊണ്ട് അവർ ഉത്തരവാദിത്വം തീരില്ല. ആ പഠിപ്പിക്കുന്ന ടീച്ചർമാരെ കണ്ടിട്ട് എന്താണ് അവർ എങ്ങനെയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കലും കൂടി ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വപ്പെട്ടതാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൽ നമ്മൾ വന്നപ്പോൾ തന്നെ നമുക്ക് സന്തോഷമുണ്ട്. കാരണം വിദ്യ എന്ന് പറഞ്ഞത് അതിലും മീത. കാരണം പഞ്ചഭ്രാതുക്കളായിട്ടാണ് ഇപ്പോൾ നമ്മളെ വേദാന്തത്തിലൊക്കെ പറയുന്നത്. അച്ഛനമ്മ, ഭാര്യയുടെ അച്ഛനമ്മ, ഗുരുനാഥൻ, ഇങ്ങനെ 5 പേരാണ് നമ്മൾ ജീവിതത്തിൽ. കാരണം രക്തം കൊണ്ടും ഇതൊക്കെ ആയിട്ടുള്ള ജന്മം തന്നാലും നമുക്ക് അറിവ് കൊണ്ട് ഈ ലോകത്തിനെ തിരിച്ചറിയാൻ അവർക്ക് ഗുരുനാഥന്മാരാണ്. അതാണ് വിദ്യക്കുള്ള പ്രധാനമായിട്ടുള്ളൊരു പങ്ക്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു സ്ഥാപനം നടത്തുമ്പോൾ അതിൻ്റെ മുകളിൽ വന്ന ഈ അവരുടെ പെരുമാറ്റങ്ങളും ഇവിടുത്തെ കുട്ടികളെയും ഒക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നി. ഇത് വളരെ ഗംഭീരമാവട്ടെ. ഈ സ്കൂള് ഒരു
+2 വരയ്ക്കും വന്ന് അതിൻ്റെ ഒരു ആനുവൽ ഡേക്ക് എനിക്ക് വരാൻ യോഗം ഉണ്ടാവട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സ്മിത ഷാജിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ആനുവൽ ഡേ സെലിബ്രേഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ അഭിമന്യ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലീത്ത, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഈ പള്ളിയുടെ വികാരിയായിരിക്കുന്ന റവറൻ ഫാദർ വർഗീസ് ചെറിയാൻ, ഈ യോഗത്തിന് പ്രാർത്ഥന അർപ്പിച്ച് സംസാരിച്ച മിസ്റ്റർ PK അയ്യപ്പ്, സ്വാഗതം പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുന്ന മിസ്റ്റർ പ്രസാദ് പുൽക്കോടൻ, അതുപോലെ റിപ്പോർട്ട് അവതരിപ്പിച്ച് സംസാരിച്ച ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ മിസ്സിസ് മേഴ്സി വർഗീസ്, അതുപോലെ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന റവറൻ ഫാദർ റോബിൻ T. മാത്യു, അതുപോലെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾക്കേവർക്കും പ്രിയങ്കരനായ വിജയൻ പെരിങ്ങോട്, അതുപോലെ ഇവിടെ സമ്മാനദാനം നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈയിടെ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കലാതിലകമായി ഏറ്റവും അഭിനന്ദനാർഹമായി ഇവിടെ സമ്മാനം ലഭിച്ച മിസ് സ്വാതിക ശശി, അതുപോലെ ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ്, സ്റ്റാഫ്, PTA പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, എൻ്റെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരി, ഈ സ്കൂളിനെ ഏറ്റവും അഭിനന്ദനകരമായ രീതിയിൽ 3 വർഷത്തെ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ആനുവൽ ഡേ സെലിബ്രേഷനിലാണ് നാം എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത്. ഞാൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി ആദ്യമായി ഈ സ്കൂൾ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഈ പള്ളിയുടെ ഏറ്റവും നല്ല പ്രിയങ്കരായ പ്രവർത്തകരെ, അതുപോലെ അച്ഛനാണ് നല്ല രീതിയിലുള്ള ഒരു പൊതുചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചത്. അതുപോലെ ഇന്നത്തെ ഈ ചടങ്ങിനെ ക്ഷണിച്ചതിനും എല്ലാവരെയും നല്ല രീതിയിൽ ആശംസകൾ അർപ്പിക്കുന്നു, നന്ദി കരേറ്റുന്നു. കൂടാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്തിനകത്ത് ഈ സ്കൂളിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നു എന്ന് അറിഞ്ഞതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചത്. ഈ സ്റ്റേജിനകത്ത് രാഷ്ട്രീയ സംവിധാനത്തിലും അതുപോലെ കലാകായിക പ്രവർത്തനങ്ങളിലും പങ്കെടുത്ത ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ നാടിനെ ഒരു തിലകക്കുറി അണിയിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ച ഇതിൻ്റെ മാനേജ്മെൻറ്റിനെ ആദ്യമായി അഭിനന്ദിക്കുന്നു. സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെ ഞാൻ ഓർക്കുകയാണ്. ഒരു അധ്യാപികയാവണം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പഠനം ആരംഭിച്ച് ഞാൻ ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു പൊതുപ്രവർത്തന രംഗത്തുള്ള പ്രവർത്തനത്തിലാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നല്ല വിത്ത് പാവുവാൻ നമ്മൾ അച്ഛനമ്മമാർ ശ്രദ്ധിക്കുന്നു. നല്ല സ്കൂളിൻ്റെ പരിസരത്ത് ചെന്ന് അവിടുന്ന് നല്ല രീതിയിലുള്ള വിദ്യ അഭ്യസിച്ച് ആ കുട്ടികൾ വളർന്ന് വലുതായി ഒരു മരമായി അത് പൂത്തുലഞ്ഞ് മറ്റുള്ള ആളുകൾക്ക് സുഗന്ധം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും പഞ്ചായത്തിൽ നിന്ന് എല്ലാവിധ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള ഒരു വാക്ക് പറഞ്ഞുകൊണ്ടും നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ. മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞിന് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് ഏതൊരു മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ്. അപ്പോൾ ആ ഒരു നിലവാരത്തിൽ കുഞ്ഞുങ്ങളെ നല്ല വ്യക്തിത്വമുള്ളവരായി ഈ സമൂഹത്തിന് നൽകുവാൻ ഈ സ്കൂൾ വിദ്യാഭ്യാസം വളരെയധികം പങ്കുവഹിക്കുന്നു എന്നുള്ളത് ഏറ്റവും നല്ല ഒരു ഓർക്കേണ്ടതായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് സെൻറ് തോമസ് സ്കൂള് അനേക കുഞ്ഞുങ്ങൾക്ക് അറിവിൻ്റെ പുതിയ വാതായനം തുറന്നു നൽകുന്ന ഒരു നല്ല സ്ഥാപനമായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതുപോലെ തന്നെ ഒരു സ്കൂളിൻ്റെ ചുമതല ഞാൻ വഹിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ പുതിയ വർഷത്തെ അഡ്മിഷൻ്റെ കാലഘട്ടങ്ങളാണ്. രക്ഷിതാക്കൾ കടന്നു വന്ന് നമ്മുടെ സ്കൂളിൻ്റെ നിലവാരങ്ങൾ, സ്കൂളിൽ എന്തെല്ലാം സൗകര്യങ്ങളാണ് എന്ന് ഇപ്പോൾ പല ദിവസങ്ങളിലായി അന്വേഷിച്ചു പോകാറുണ്ട്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഈ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം എന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹം. അപ്പോൾ ആ ഒരു തലത്തിൽ നല്ല വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ നല്ല പൗരന്മാരെ ഈ സമൂഹത്തിന് നൽകുകയാണ് ഈ സ്ഥാപനങ്ങളിലൂടെയൊക്കെ ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. ഇന്ന്
ലാഭം മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് പല സ്ഥാപനങ്ങളും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന് വ്യത്യസ്തമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇതൊരിക്കലും ലാഭമല്ല, അതിനപ്പുറം അനേക കുഞ്ഞുങ്ങൾക്ക് വെളിച്ചം പകരുന്നതായ, അറിവിൻ്റെ വാതായനം തുറക്കുന്നതായ നല്ല ഒരിടമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പഴഞ്ഞി ഇമ്മാനുവൽ ഇടവകയുടെ നേതൃത്വത്തിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ട വർഗീസ് ചെറിയാനച്ചൻ്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ ഈ സ്കൂൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ ഈ നാളുകളിൽ സഹായകരമായി തീർന്നു. എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരൻ, വളരെയധികം സന്തോഷവും അത്ഭുതമൊക്കെ കൂടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു സ്കൂളിലെ ആനുവൽ ഡേ ഫംഗ്ഷന് ഭാഗമാകാനുള്ള അവസരം എനിക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത്രയും കളർഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറും പിന്നെ ഇങ്ങനെ ചുറുചുറുക്കോടെ ഓടിച്ചാടി നടക്കണ ഉന്നോളെയും കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനൊരു അവസരം എനിക്ക് ഒരുക്കി തന്ന ഇതിൻ്റെ ഭാരവാഹികളോട് പ്രത്യേകം ഞാൻ ആദ്യം തന്നെ ആത്മാർത്ഥമായിട്ട് നന്ദി അറിയിക്കുകയാണ്. പിന്നെ പ്രത്യേകമായിട്ട് ഒരു കാര്യം, ഇവിടെ ആങ്കറിങ് ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്നിരുന്ന മിടുക്കിയും പ്രത്യേകം അവരെ അഭിനന്ദിക്കുന്നു. പിന്നെ ഇത്രയും നന്നായിട്ട് പരിപാടി നടത്തുന്ന ടീച്ചേഴ്സിനും പിന്നെ ചെറിയ ഉണ്ണിയോളൻ, അവരെ കണ്ടെനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം അവരുടെ മുഖത്ത് ആ നിഷ്കളങ്കത, അതാണ് ഇപ്പോൾ ഇത്രയും സന്തോഷം എനിക്ക് തോന്നാനുള്ള കാര്യം. അപ്പോൾ എന്നും അവരുടെ ഉള്ളിൽ ആ നിഷ്കളങ്കത എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നന്നായി പഠിക്കുന്നതിനോടൊപ്പം നന്നായി കളിക്കാനും അവർക്ക് സാധിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. അക്സ സാജി, സാറ TS, and Mary John. Give a big clap to them. And Mary John. Abhishek K. Satyan. Second student, Anaka TP. Anuja MB, Valsa PI, parents, please collect the prizes from the students. Alina Bobby. Next, Aksa P. Saji, English rhymes second, storytelling second, 50-meter race third. Angel Rose C. Shaju, English rhymes third, coloring first. Ananya PM, storytelling Malayalam first. Maithili PM, Maithili Dhaneshwar, storytelling third. Angel P. Abraham, fancy dress first, coloring second. Agnel Priya Abraham, Agnel. Irene, fancy dress second. Mageshwar KB, beads collection third, coloring third. Prajun C. Pramod, 50-meter race first. Sajil Krishna NS, 50-meter. Sarah Peter, Bennett CA, Bennett. English rhymes first, storytelling Malayalam first, 50-meter race first. Storytelling Malayalam third, coloring first. English third, 50-meter race, TB. Storytelling second, fancy dress third. Honey NS, fancy dress first. KM, ball passing. 50-meter race second. And Mary John, give a big clap to her. Third, lemon and spoon third.
Arya ഫസ്റ്റ്. second. 100 meter race third, coloring first. Anna